ഈ വീഡിയോയിൽ നമ്മൾ ആൻഡ്രോയിഡിലെ മൊഡ്യൂൾ 2ലെ ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ്രോയിഡിൽ മൊത്തത്തിൽ ഏറ്റവും നന്നായിട്ട് വേഗം പഠിച്ച് തീർക്കാൻ പറ്റുന്നതും അതുപോലെ അത്യാവശ്യം നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൽ നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡിൽ യൂസ് ചെയ്യുന്ന കുറച്ച് UI എലമെൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യം UI എലമെൻസിനെ പറ്റി പറയുന്നതിന് മുന്നേ ജനറലായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ആൻഡ്രോയിഡിൻ്റെ അകത്ത് നമ്മളുടെ ആക്ടിവിറ്റിയുടെ UI കമ്പോണൻസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു XML ഫയലിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു XML ഫയൽ എന്ന് പറഞ്ഞാൽ ഓരോ ആക്ടിവിറ്റിക്കും ഓരോ XML ഫയൽ എന്നുള്ള രീതിക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ XML ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡിൻ്റെ പ്രൊജക്റ്റിൽ റസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്ത് ലേഔട്ട് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ ഓർത്തിരിക്കേണ്ടത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ UI എലമെൻറ്റ് എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ UI എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. അത് പേരിന്ന് തന്നെ മനസ്സിലാവും. അതായത് ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു UI കമ്പോണൻ്റ് ആണ്. നമുക്കെന്തെങ്കിലും ലേബലോ ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്യാൻ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് വ്യൂ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് വ്യൂ ക്ലാസിൻ്റെ സബ് ക്ലാസ് ആയിട്ട് വരുന്ന ഒരു ക്ലാസ് ആണ്. അതുപോലെ തന്നെ ബൈ ഡിഫാൾട്ടായിട്ട് ടെക്സ്റ്റ് വ്യൂ കാണിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനൊന്നും അലോ ചെയ്യത്തില്ല. അത് നമുക്ക് വേണമെങ്കിൽ ബൈപ്പാസ് ചെയ്യാം, പക്ഷെ ബൈ ഡിഫാൾട്ട് എഡിറ്റ് ചെയ്യാൻ അലോ ചെയ്യത്തില്ല. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് വ്യൂവിലുള്ള കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് Android:ID എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു എലമെൻറ്റ് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ID സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന ID കൊടുക്കേണ്ട അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ Android:ID എന്ന് പറയുന്ന ആ ഒരു അട്രിബ്യൂട്ടിലാണ്. അപ്പോൾ അവിടെ നമ്മൾ യൂണീക്കായിട്ടുള്ള ID സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാമിൽ യൂണീക്കായിട്ട് ആ ഒരു എലമെൻറ്റ് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:text എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂവിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അട്രിബ്യൂട്ടാണ്. അത് കഴിഞ്ഞ് വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ടാണ്. അത് പേരിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു അട്രിബ്യൂട്ടാണ് അത്. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലേഔട്ട്_വിഡ്ത്ത് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂവിൻ്റെ വിഡ്ത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അട്രിബ്യൂട്ടാണ്. അതുപോലെ സിമിലറായിട്ട് നമുക്ക് ലേഔട്ട്_ഹൈറ്റ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. ഈ ഒരു അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഹൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിവിടെ 3 അട്രിബ്യൂട്ട്സ് ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ID, ലേഔട്ട്_വിഡ്ത്ത്, ലേഔട്ട്_ഹൈറ്റ്, അങ്ങനെ 3 അട്രിബ്യൂട്ട്സ് ഞാൻ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒട്ടുമിക്ക UI എലമെൻസിൻ്റെ അകത്ത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന അട്രിബ്യൂട്ട്സ് ആണ് ഈ 3 അട്രിബ്യൂട്ട്സ്. അപ്പോൾ അത് ഞാൻ ഏതായാലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പോൾ എക്സാമിന് ഏതെങ്കിലും ഒരു UI എലമെൻറ്റ് തന്നിട്ട് അതിൻ്റെ 3 അല്ലെങ്കിൽ 5 അട്രിബ്യൂട്ട്സ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രീൻ കളറിലുള്ളത് കോമൺ ആയിട്ട് ഏതിലും എഴുതാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലേഔട്ട്_വിഡ്ത്തും അതുപോലെ ലേഔട്ട്_ഹൈറ്റിനും കോമൺ ആയിട്ട് നമ്മൾ ഒരു 2 കോൺസ്റ്റൻറ്റ് വാല്യൂസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം wrap_contentum, അടുത്തത് വരുന്നത് മാച്ച് പാരൻ്റ് എന്ന് പറയുന്ന 2 കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം. ഇൻ കേസ് 2 മാർക്കിനെങ്ങാനും ചോദിച്ചാൽ എഴുതി വെക്കണമല്ലോ. അപ്പോൾ നമുക്ക് wrap കണ്ടൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസ്റ്റൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. wrap കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് വ്യൂ വെക്കുകയാണ്, അതിനൊരു ഇച്ചിരി സ്പേസ് മതിയെങ്കിൽ അത്രയും സ്പേസ് മാത്രം എടുത്താൽ മതി എന്ന് പറയണമെങ്കിൽ നമുക്ക് wrap_content എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ കൊടുത്താൽ മതി. അതായത് ടെക്സ്റ്റ് വ്യൂവിന് ആവശ്യമുള്ള ആ ഒരു സൈസ് മാത്രം എടുത്താൽ മതി എന്ന് പറയാൻ വേണ്ടിയിട്ട് wrap_content എന്നും പറഞ്ഞിട്ടുള്ള
വാല്യൂ ലേഔട്ട് വിഡ്ത്തിലും അതേപോലെ ലേഔട്ട് ഹൈറ്റിൻ്റെ അകത്തും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഹൈറ്റും വിഡ്ത്തും പാരൻറ്റിൻ്റെ ഹൈറ്റും വിഡ്ത്തിൻ്റെ അതേ സൈസിൽ തന്നെ വേണമെന്നുള്ളൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് wrap കണ്ടൻറ്റിന് പകരം match_parent എന്ന് പറയുന്ന ആ ഒരു വാല്യൂ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പാരൻറ്റിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ വിഡ്ത്തിലേക്ക് ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ബട്ടൺ എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. അത് എല്ലാവർക്കും എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് റെസ്പോണ്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ബട്ടൺസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ കോമൺ ആയിട്ട് ബട്ടൺ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഫോം സബ്മിറ്റ് ചെയ്യുന്ന നേരത്തോ അതല്ല എങ്കിൽ ഒരു സ്ക്രീനിൽ നിന്ന് മറ്റൊരു സ്ക്രീനിലേക്ക് നാവിഗേറ്റ് ചെയ്യാനോ അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബട്ടൺ എന്ന് പറയുന്ന ആ ഒരു UI എലമെൻറ്റ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബട്ടണിലെ കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് Android:text എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ടെക്സ്റ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു അട്രിബ്യൂട്ടാണ്. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:onClick എന്ന് പറഞ്ഞിട്ടുള്ള അട്രിബ്യൂട്ടാണ്. അപ്പോൾ onClick എന്ന് പറയുന്ന അട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണ സമയത്ത് ട്രിഗർ ആവേണ്ട മെത്തേഡിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന മെത്തേഡിൻ്റെ നെയിം ബേസ് ചെയ്തിട്ട് ഒരു മെത്തേഡ് ജാവ കോഡിൻ്റെ അകത്തുണ്ടെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് എക്സിക്യൂഷൻ ചെയ്തോളൂ. പിന്നെ വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് ബട്ടൺ ആണ്. ഇമേജ് ബട്ടൺ എന്ന് പറഞ്ഞാൽ സാധാരണ ബട്ടൺ പോലെ തന്നെ, പക്ഷേ ടെക്സ്റ്റ് കാണിക്കുന്നതിന് പകരം ഇമേജ് കാണിക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ബാക്കി എല്ലാ കാര്യങ്ങളും അട്രിബ്യൂട്ട്സ് അടക്കം എല്ലാം സെയിം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ വരുന്നില്ല. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഐക്കൺ ബട്ടൺ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഫോമിൻ്റെ അകത്ത് ഒരു ഇമേജ് ബട്ടൺ അങ്ങനെ എന്തെങ്കിലും പർപ്പസ് വരുന്ന നേരത്താണ് ഇമേജ് ബട്ടൺസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അട്രിബ്യൂട്ട്സിൻ്റെ കേസിൽ പറയുവാണെങ്കിൽ Android:onClick എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ ആ സെയിം ഫങ്ഷനാലിറ്റി തന്നെ. നമുക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ക്ലിക്ക് ചെയ്യണ നേരത്ത് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ Android:src എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട ഇമേജ് റിസോഴ്സസ് സ്പെസിഫൈ ചെയ്യാനുള്ള അട്രിബ്യൂട്ടാണ് Android:src എന്നുള്ളത്. ഇമേജ് പൊതുവെ ഡ്രോബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരിക്കും. ഫോൾഡറിൻ്റെ അകത്ത് തന്നെ ഈ ഡ്രോബിൾ ആയിട്ടുള്ള റിസോഴ്സ് എപ്പോഴും റിസൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ അധികം അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വ്യൂവിൻ്റെ ഒരു സബ് ക്ലാസ് ആണ്. അപ്പോൾ യൂസേഴ്സിന് എന്തെങ്കിലും ടെക്സ്റ്റ് ഇൻപുട്ട് ചെയ്യാനോ അതേപോലെ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള പർപ്പസുകൾക്കാണ് പൊതുവെ എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന UI എലമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫോമിൻ്റെ അകത്ത് പൊതുവെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ലോഗിൻ സ്ക്രീൻ, ചാറ്റ് സ്ക്രീൻ, അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണ നേരത്തൊക്കെ എഡിറ്റ് ടെക്സ്റ്റിലാണ് നമ്മൾ ആക്ച്വലി ഇൻപുട്ട് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അകത്തുള്ള അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് Android:hint എന്ന് പറഞ്ഞിട്ടുള്ള അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് ഹിൻ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യാനുള്ള അട്രിബ്യൂട്ടാണ്. അതുപോലെ പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:onClick എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ ആ ഒരു ഓൺക്ലിക്ക് അട്രിബ്യൂട്ട് പോലെ തന്നെയാണ്. നമുക്ക് എഡിറ്റ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണ നേരത്ത് എന്തെങ്കിലും മെത്തേഡോ കാര്യങ്ങളോ റൺ ചെയ്യണമെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ നെയിം ഈ ഒരു അട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സ് എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ യൂസറിന് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഓപ്ഷൻസ് ഒരു ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ട ഇൻസ്റ്റൻസ് ഒക്കെ വരുമ്പോഴാണ് ചെക്ക് ബോക്സ് പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. ഫോമിലൊക്കെ നിങ്ങൾ പൊതുവെ കാണാറുള്ള ഒരു ഐറ്റമാണ് ചെക്ക് ബോക്സ് എന്നുള്ളത്. ചെക്ക് ബോക്സിൻ്റെ അകത്തുള്ള അട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബട്ടൻ്റെ അതേ അട്രിബ്യൂട്ട്സ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ Android:text എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആ ചെക്ക് ബോക്സിൻ്റെ വാല്യൂ യൂസറിന് റീഡബിളായിട്ട് എന്തെങ്കിലും കാണിക്കണമെങ്കിൽ അത് നമുക്ക് അവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ
ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ചെക്ക് ബോക്സ് നമ്മൾ ക്ലിക്ക് ചെയ്യണ നേരത്തെ എന്തെങ്കിലും മെത്തേഡ് എക്സിക്യൂട്ട് ആവണമെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് ഉള്ളത്. പിന്നെ വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോഗിൾ ബട്ടൺ ആണ്. ടോഗിൾ ബട്ടൺ യൂസേഴ്സിന് എന്തെങ്കിലും ഒരു സംഭവം ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിനാണ്. അതായത് സ്വിച്ച് ബേസ് ചെയ്തിട്ടുള്ള ഫങ്ഷനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടോഗിൾ ബട്ടൺ പൊതുവെ യൂസ് ചെയ്യുന്നത്. ടോഗിൾ ബട്ടണ് 2 സ്റ്റേറ്റ് ഉണ്ട്, ഒരെണ്ണം ഓണും ഒരെണ്ണം ഓഫും. കോമൺ ആയിട്ട് സെറ്റിങ്സ് ആപ്പിൻ്റെ അകത്താണ് ടോഗിൾ ബട്ടൺ നമ്മൾ കാണാറുള്ളത്. അതായത് ഇപ്പോൾ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ഓഫ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിങ്സ് ആപ്പിൻ്റെ അകത്ത് പോയി ചെയ്യുമ്പോൾ ടോഗിൾ ബട്ടൺ ക്ലിക്ക് ചെയ്താണ് നമ്മളത് ഓണും ഓഫും ആക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടോഗിൾ ബട്ടണിൻ്റെ അട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ആദ്യം വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ഓൺ എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൺ ഓൺ പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യാനാണ് ഈ ഒരു അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ബട്ടൺ ഓഫ് സ്റ്റേറ്റിൽ നിൽക്കുന്ന നേരത്ത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ആൻഡ്രോയിഡ് :ചെക്ക്ഡ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ടാണ്. ഇതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടോഗിൾ ബട്ടൺ ബൈ ഡിഫോൾട്ട് ഓൺ സ്റ്റേറ്റിൽ നിൽക്കുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ UI എലമെൻറ്റ് ഞാൻ പറയുന്ന നേരത്ത് അട്രിബ്യൂട്ട്സിൻ്റെ പേജിൽ ഇപ്പോൾ ഇതേപോലെ ഒരു XML കോഡ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതപ്പോൾ 15 മാർക്കിനോ 5 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ ഒട്ടുമിക്ക കേസുകളിലും എഴുതേണ്ട സാഹചര്യം വരാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം പഠിക്കുക. എന്തായാലും വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കോഡാണ് XML കോഡ്. അതുകൊണ്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ബട്ടൺ ആണ്. റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചോയ്സിൽ നിന്ന് ഒരു ചോയ്സ് സെലക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ യൂസ് ചെയ്യുന്ന UI എലമെൻ്റ് ആണ്. പൊതുവെ സർവേ അല്ലെങ്കിൽ ഫോം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ റേഡിയോ ബട്ടൺസ് കാണാറുള്ളത്. ഇപ്പോൾ റേഡിയോ ബട്ടൺസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഗ്രൂപ്പ് എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈഡിൽ ഇനി റേഡിയോ ബട്ടൻ്റെ അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ റേഡിയോ ബട്ടൻ്റെ അകത്തും നമുക്ക് ആൻഡ്രോയിഡ് :ചെക്ക്ഡ് = ട്രൂ എന്നും പറഞ്ഞിട്ടൊരു അട്രിബ്യൂട്ട് ഉണ്ട്. ചെക്ക്ഡ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടിൻ്റെ അകത്ത് ട്രൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാല്യൂ കൊടുക്കണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് ആ ഒരു റേഡിയോ ബട്ടൺ സെലക്റ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആ അട്രിബ്യൂട്ടിന് നമ്മൾ ഫാൾസ് ആണ് കൊടുക്കണമെങ്കിൽ ഡിഫോൾട്ടായിട്ട് റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബട്ടൺ ടിൻറ്റ് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു റൗണ്ട് സർക്കിളിൻ്റെ അകത്ത് സെലക്ഷൻ്റെ ആ ഒരു മാർക്കിംഗ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊരു കളർ ഉണ്ടാവും. ആ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബട്ടൺ ടിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് റേഡിയോ ഗ്രൂപ്പ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. റേഡിയോ ഗ്രൂപ്പ് ആക്ച്വലി ഒരു എംപ്റ്റി കണ്ടെയ്നറാണ്. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിളായിട്ട് റേഡിയോ ബട്ടൺസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. റേഡിയോ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് എപ്പോഴും ഏതെങ്കിലും ഒരു റേഡിയോ ബട്ടൺ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് എൻഷുർ ചെയ്യും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു 3 റേഡിയോ ബട്ടൺ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 3 സെലക്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ മൾട്ടിപ്പിൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. പക്ഷേ റേഡിയോ ഗ്രൂപ്പ് വഴി നമുക്ക് അങ്ങനത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമാറ്റിക്കലി ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മളപ്പോൾ ഒരു റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മുന്നത്തെ സെലക്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഡീസെലക്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് മാനുവലി ഈ ഒരു സെലക്ഷനും ഡീസെലക്ഷനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കി തരും. ഇനി അടുത്തതായിട്ട് റേഡിയോ ഗ്രൂപ്പിൻ്റെ അകത്തുള്ള കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് :വിസിബിലിറ്റി എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു റേഡിയോ ഗ്രൂപ്പിൻ്റെ വിസിബിലിറ്റി, ഇനിഷ്യൽ വിസിബിലിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ നമുക്ക്
വിസിബിലിറ്റി എനേബിൾ ചെയ്യാം, അതല്ല എങ്കിൽ ഹൈഡ് ചെയ്യണമെങ്കിൽ വിസിബിലിറ്റി ഹൈഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു അട്രിബ്യൂട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ റേഡിയോ ഗ്രൂപ്പിൻ്റെ അകത്ത് എവിടെയെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മെത്തേഡ് ട്രിഗർ ആവണമെങ്കിൽ ആ ഒരു മെത്തേഡിൻ്റെ നെയിം ഈ ഒരു അട്രിബ്യൂട്ടിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ബാർ ആണ്. പ്രോഗ്രസ് ബാർ ആ വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്കിൻ്റെ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ ഇൻഡിക്കേറ്ററാണ് പ്രോഗ്രസ് ബാർ. അതൊന്നില്ലെങ്കിൽ സർക്കുലർ പ്രോഗ്രസ് ബാർ ആയിരിക്കും, അതല്ല എങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് ബാർ ആയിരിക്കും. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫയൽസ് ഡൗൺലോഡ് ചെയ്യണം, അതിൻ്റെ സ്റ്റാറ്റസ് കാണാനും പിന്നെ അതുപോലെ എന്തെങ്കിലും അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് കാണാനൊക്കെ ആയിട്ടാണ്. അതേപോലെ നമ്മളിപ്പോൾ ആപ്പ് ലോഡ് ചെയ്യണ നേരത്തെ ഒരു സർക്കുലർ പ്രോഗ്രസ് സംഭവം കാണാറില്ല. ഒരു പ്രോഗ്രസ് ബാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു സർക്കുലർ പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ. അത് ഈ ഒരു പ്രോഗ്രസ് ബാർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രോഗ്രസ് ബാർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ടാസ്കിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടും. ഇനി നമുക്ക് പ്രോഗ്രസ് ബാറിൻ്റെ അകത്തുള്ള കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:Max എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ബാറിൻ്റെ മാക്സിമം വാല്യൂ ഏതാണെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഒട്ടുമിക്ക കേസുകളിലും പ്രോഗ്രസ് ബാർ ഒരു 100% വരെയുള്ള ഇൻഡിക്കേഷൻ കാണിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 100% എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്കിവിടെ Android:Max എന്നുള്ള ആ ഒരു അട്രിബ്യൂട്ടിൻ്റെ അകത്ത് 100 എന്ന് പറഞ്ഞിട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്ന ഒരു അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:Progress എന്ന് പറയുന്ന ഒരു അട്രിബ്യൂട്ടാണ്. ഇതെന്നും പറഞ്ഞാൽ പ്രോഗ്രസ് ബാറിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അട്രിബ്യൂട്ടാണ്. പൊതുവേ നമ്മൾ പ്രോഗ്രസ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടിന് 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കൊടുക്കാറുള്ളത്. കാരണം പ്രോസസ്സ് തുടങ്ങുമ്പോൾ തന്നെ പ്രോഗ്രസ് ബാറിൻ്റെ പ്രോഗ്രസ് വാല്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യത്തില്ലല്ലോ, പ്രോഗ്രാമാറ്റിക്കലി ആണത് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ 0 ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ പ്രോഗ്രസ് ബാറിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റൈൽ എന്നും പറഞ്ഞിട്ടൊരു അട്രിബ്യൂട്ട് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പ്രോഗ്രസ് ബാറിൻ്റെ സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന UI എലമെൻ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂ എന്ന് പറയുന്ന UI എലമെൻ്റ് എഡിറ്റ് ടെക്സ്റ്റിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെർഷനാണ്. ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് യൂസേഴ്സിന് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഇത് പൊതുവേ നമ്മൾ കാണാറുള്ളത് ഗൂഗിൾ മാപ്സ് പോലുള്ള ആപ്സിൻ്റെ അകത്ത് ലൊക്കേഷൻ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഒരു ഓട്ടോ കംപ്ലീഷൻ കാണാറുള്ളത്. ഓട്ടോ കംപ്ലീറ്റ് ടെക്സ്റ്റ് വ്യൂവിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ആദ്യം വരുന്നത് Android:Hint എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു എഡിറ്റ് ടെക്സ്റ്റിനകത്ത് കാണിക്കേണ്ട ഹിൻറ്റ് ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഇന്ന സാധനമാണ് ഇൻപുട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഹിൻറ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചോളും. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:Completion Threshold എന്ന് പറഞ്ഞ ഒരു അട്രിബ്യൂട്ടാണ്. ഇതിനകത്ത് നമുക്കൊരു വാല്യൂ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇത്ര മിനിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് യൂസർ ഇൻപുട്ട് ചെയ്താൽ മാത്രം സജഷൻസ് കാണിച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു റൂള് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കംപ്ലീഷൻ ത്രഷോൾഡ് എന്ന് പറയുന്ന അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ഒരു 3 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ ആണ് കൊടുക്കണമെങ്കിൽ യൂസർ 3 ക്യാരക്ടർ എൻ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഓട്ടോ കംപ്ലീഷൻ ടെക്സ്റ്റ് വ്യൂ സജഷൻസ് ഡിസ്പ്ലേ ചെയ്യത്തുള്ളൂ. അതല്ലാതെ ഇപ്പോൾ 2 എണ്ണമൊക്കെ ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോ കംപ്ലീഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തില്ല. അടുത്തതായിട്ട് വരുന്നത് സ്പിന്നർ എന്ന് പറയുന്ന UI എലമെൻ്റാണ്. പേര് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഒരു UI എലമെൻ്റാണ്. അതായത് സ്പിന്നർ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു ലോഡിങ് UI എലമെൻ്റാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ബാറിന് സിമിലർ ആയിട്ടുള്ളൊരു UI എലമെൻ്റ് ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. അപ്പോൾ യൂസേഴ്സിന് ആ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പിന്നർ എന്ന് പറയുന്ന ഈ ഒരു UI എലമെൻറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മൾട്ടിപ്പിളായിട്ടൊരു റേഡിയോ ബട്ടൺസ് ഉണ്ടാക്കി വയ്ക്കുന്നതിനേലും കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് UI ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പിന്നർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലൊരു അപ്രോച്ച്.
അതായത് നമ്മളിപ്പോൾ ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 റേഡിയോ ബട്ടൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു റേഡിയോ ഗ്രൂപ്പിനകത്ത് 10 റേഡിയോ ബട്ടൺസ് മാനുവലി ഉണ്ടാക്കണം. എന്നാൽ അതേസമയം നമ്മളവിടെ ഒരു സ്പിന്നർ വെച്ചിട്ടാണ് അത് ചെയ്യണമെങ്കിൽ ഒരു സ്പിന്നറിൻ്റെ ആ ഒരു UI കോഡ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, XML കോഡ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. വൺസ് യൂസർ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് സെലക്ട് ചെയ്താൽ അപ്പം തന്നെ ഈ ഒരു ലിസ്റ്റ് തിരിച്ച് ഷ്രിങ്കായിട്ട് ആ സെലക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അടുത്തതായിട്ട് നമുക്ക് സ്പിന്നറിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:prompt എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എഡിറ്റ് ടെക്സ്റ്റിൻ്റെ അകത്ത് ഹിൻറ്റ് യൂസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ സ്പിന്നറിൻ്റെ അകത്ത് ഒരു പ്രോംപ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഹിൻറ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അട്രിബ്യൂട്ടാണ് Android:prompt എന്ന് പറയുന്ന അട്രിബ്യൂട്ട്. അതായത് സെലക്ട് എനി ഓഫ് ദീസ് അല്ലെങ്കിൽ സെലക്ട് വൺ വാല്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അത് ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടിൽ സ്പെസിഫൈ ചെയ്താൽ മതി. അപ്പോൾ അത് യൂസർ സെലക്ട് ചെയ്യണ നേരത്ത് ആ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കും. അടുത്തതായിട്ട് വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:entries എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇത് ആക്ച്വലി നമ്മളുടെ സ്പിന്നർ ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരു അറേ ഓഫ് സ്ട്രിങ് ആണ്. അപ്പോൾ ആ ഒരു സ്ട്രിങ് അറേ സ്പെസിഫൈ ചെയ്തത് ഈ ഒരു എൻട്രീസ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്പിന്നറിൻ്റെ അകത്ത് നമ്മളുടെ ആ ഒരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കത്തുള്ളൂ, ഒരുപാട് ഓപ്ഷൻസ് കാണിക്കത്തുള്ളൂ. അപ്പോൾ പൊതുവെ ഈ സ്ട്രിങ് അറേ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് റെസ് ഫോൾഡറിനകത്ത് വാല്യൂസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ അകത്തുള്ള strings.xml എന്ന് പറയുന്ന ആ ഒരു XML ഫയലിനകത്താണ്. ഈ ഒരു XML ഫയലിനകത്ത് ഒരു സ്ട്രിങ് അറേ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സ്ട്രിങ് അറേ ആണ് ഈ Android:entries അകത്ത് സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ സ്പിന്നർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ലിസ്റ്റ് വരുന്നുണ്ടല്ലോ, ഒരുപാട് സ്ട്രിങ് ഒക്കെ കൂടിയിട്ട്, അത് സെറ്റ് ചെയ്യാനുള്ള അട്രിബ്യൂട്ടാണ് Android:entries എന്ന് പറയുന്ന അട്രിബ്യൂട്ട്. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു UI എലമെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു അറേയിൽ കുറച്ച് സ്ട്രിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നതിനേലും എളുപ്പം ഇതേപോലെ ഒരു ലിസ്റ്റ് വ്യൂവിനകത്ത് ഒരു അറേ അഡാപ്റ്റർ വെച്ചിട്ട് കോൺഫിഗർ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് സ്ട്രിങ് അറേ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു UI കമ്പോണൻ്റ് ആയിട്ട് നമ്മളുടെ ആക്ടിവിറ്റിയിൽ പ്രസൻറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ലിസ്റ്റ് വ്യൂ ഒരു സ്ക്രോളബിൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ആണ് ലിസ്റ്റ് വ്യൂവിൻ്റെ അകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്കത് സ്ക്രോൾ ചെയ്ത് ഓരോന്ന് കാണാനൊക്കെ പറ്റും. ലിസ്റ്റ് വ്യൂവിൻ്റെ അകത്തുള്ള കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യം വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:divider എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ലിസ്റ്റ് ഐറ്റത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന കളറോ അല്ലെങ്കിൽ ഡ്രോബിളായിട്ടുള്ള എന്തെങ്കിലും സ്റ്റൈലോ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ലിസ്റ്റ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു വര പോലെ ഉണ്ടാവില്ലേ, അതിനെ പറയുന്നതാണ് ഡിവൈഡർ. അപ്പോൾ ആ ഒരു ഡിവൈഡറിൻ്റെ അവിടെ നമുക്ക് വേണമെങ്കിൽ കളറ് സെറ്റ് ചെയ്ത് വയ്ക്കാം, അതല്ല എങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റൈലോ കാര്യങ്ങളോ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അത് ഈ ഒരു അട്രിബ്യൂട്ടിൽ പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ Android:entries എന്ന് പറയുന്ന ആ ഒരു അട്രിബ്യൂട്ടാണ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ആ ലിസ്റ്റ് അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അട്രിബ്യൂട്ടാണ് Android:entries എന്ന് പറയുന്ന ഈ ഒരു അട്രിബ്യൂട്ട്. ഇതിൽ പൊതുവേ നമ്മൾ ഒരു സ്ട്രിങ് അറേ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. ആ ഒരു സ്ട്രിങ് അറേ എന്ന് പറഞ്ഞാൽ strings.xml എന്ന് പറയുന്ന ഫയലിനകത്തുള്ള സ്ട്രിങ് അറേ ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം പരിപാടി തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് വ്യൂ എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. അത് ഒരു 2 ഡൈമെൻഷണൽ സ്ക്രോളബിൾ ആയിട്ടുള്ളൊരു ഗ്രിഡ് ആയിരിക്കും. അതിനകത്ത് നമുക്ക് ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ മൊബൈലിനകത്ത് ആപ്സ് വ്യൂ ചെയ്യൂലേ, അത് ഒട്ടുമിക്ക ഫോണുകളിലും ഗ്രിഡ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും. അതായത് ഒരു ടേബിൾ പോലെ അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും. അപ്പോൾ അതിനെ പറയേണ്ടതാണ് ഗ്രിഡ് വ്യൂ എന്നുള്ളത്. ഇത് പൊതുവെ നമുക്ക് എന്തെങ്കിലും ഇമേജ് അതിൻ്റെ കൂടെ ഒരു ക്യാപ്ഷൻ അങ്ങനെയുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വ്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് കാണിക്കാനും ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രിഡ് വ്യൂ ആയിരിക്കും യൂസ് ചെയ്യുക പൊതുവെ.
ഇനി ഗ്രിഡ് വ്യൂവിനകത്തുള്ള അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് കോളൻ വെർട്ടിക്കൽ സ്പേസിംഗ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതായത് നമ്മളുടെ ഗ്രിഡ് ഐറ്റംസ് വെർട്ടിക്കലി വരുമ്പോൾ എന്തോരം സ്പേസ് വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ്. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കോളൻ ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രിഡ് ഐറ്റത്തിൻ്റെ ഹൊറിസോണ്ടൽ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ ഐറ്റം തമ്മിലുള്ള ഹൊറിസോണ്ടലി വരുന്ന സ്പേസ് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് ഈ ഒരു അട്രിബ്യൂട്ട് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് വ്യൂ എന്ന് പറയുന്ന UI എലമെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അകത്ത് ഇമേജസ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു UI കമ്പോണൻ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഡ്രോവബിൾ റിസോഴ്സസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് സ്കെയിലിങ്, അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇമേജ് വ്യൂ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇമേജ് വ്യൂവിൽ യൂസ് ചെയ്യുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് കോളൻ SRC എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കേണ്ട ആ ഒരു ഇമേജ് സോഴ്സ് അത് ഏതാണെന്ന് വെച്ചാൽ അത് ഈ ഒരു അട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. പൊതുവെ ഡ്രോവബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ ആ ഒരു സംഭവമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ആ ഒരു ഇമേജ് നിൽക്കുന്ന റിസോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ചിട്ട് ഇമേജ് വ്യൂ ആ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കോളൻ സ്കെയിൽ ടൈപ്പ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതായത് നമുക്ക് ഇമേജിൻ്റെ ഫിറ്റ്നസ് എങ്ങനെ വേണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് സൂം ചെയ്ത് ഇച്ചിരി ക്രോപ്പ് ചെയ്ത് വരുന്ന രീതിക്ക് ആക്കണമെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാം. അതല്ല ഉള്ള ഹൈറ്റും വിഡ്ത്തിലും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫിറ്റായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ ക്രോപ്പും ഫിറ്റ് സെൻറ്റർ എന്ന് പറയുന്ന വാല്യൂസാണ്. അതുപോലെ ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്, പക്ഷേ ഞാനിവിടെ 2 മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രോൾ വ്യൂ ആണ്. അപ്പോൾ സ്ക്രോൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ലേഔട്ട് കണ്ടെയ്നറാണ്. അതിനകത്ത് ഒരു സിംഗിൾ ചൈൽഡ് വ്യൂ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി സ്ക്രോൾ ചെയ്യാൻ ഈ ഒരു സ്ക്രോൾ വ്യൂ അലോ ചെയ്യും. ഇത് പൊതുവേ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാട്സപ്പിനകത്തൊക്കെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യില്ലേ, അതെന്തുകൊണ്ടാണ് ഒരുപാട് ചാറ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യണത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ സ്ക്രോൾ വ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് താഴോട്ടും മേളിലോട്ടൊക്കെ സ്ക്രോൾ ചെയ്യാനുള്ളൊരു ഫങ്ഷനാലിറ്റി കിട്ടുന്നത്. അടുത്തതായിട്ട് നമുക്ക് സ്ക്രോൾ വ്യൂവിൽ വരുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് കോളൻ സ്ക്രോൾ ബാർസ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതിനകത്ത് നമുക്ക് സ്ക്രോൾ ബാറിൻ്റെ വിസിബിലിറ്റി മാനേജ് ചെയ്യാനും അതുപോലെ അതിനെന്തെങ്കിലും സ്റ്റൈലോ കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അത് ഈ ഒരു അട്രിബ്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന അട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് കോളൻ ഓവർ സ്ക്രോൾ മോഡ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓവർ സ്ക്രോൾ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അട്രിബ്യൂട്ടാണ്. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടൈം പിക്കറാണ്. ടൈം പിക്കർ നെയിമിൽ നിന്ന് മനസ്സിലായതുപോലെ തന്നെ നമുക്ക് സമയം യൂസറിന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു UI എലമെൻ്റ് ആണ് ടൈം പിക്കർ. അതൊന്നില്ലെങ്കിൽ നമുക്ക് 24 ഹവറിൻ്റെ ഫോർമാറ്റിൽ കിട്ടും, അതല്ല നമുക്ക് 12 ഹവറിൻ്റെ ഫോർമാറ്റിൽ, അതായത് AM PM ഫോർമാറ്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ ടൈം പിക്കർ കോൺഫിഗർ ചെയ്യാൻ പറ്റും. ടൈം പിക്കർ ഒന്നില്ലെങ്കിൽ നമുക്ക് ഡയലോഗ്സിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം, അതല്ല എങ്കിൽ ലേഔട്ടിനകത്ത് എംബഡഡ് ചെയ്ത് കാണിക്കാനും പറ്റും. അങ്ങനെ 2 രീതിക്ക് ടൈം പിക്കറിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ടൈം പിക്കറിനകത്ത് വരുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് ആൻഡ്രോയിഡ് കോളൻ അവർ എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം പിക്കറിൻ്റെ ഇനിഷ്യൽ അവർ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ആൻഡ്രോയിഡ് കോളൻ മിനിറ്റ് എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ മിനിറ്റ് എത്രയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പൊതുവെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0 to 59 ആ ഒരു റേഞ്ചിലാണ് അവിടെ ആ ഒരു വാല്യൂ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ആൻഡ്രോയിഡ് കോളൻ അവർ എന്ന് പറയുന്ന അട്രിബ്യൂട്ടിനകത്ത് കോമൺ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 to 23 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ റേഞ്ചിലുള്ള വാല്യൂസാണ് അവറിൻ്റെ ആ ഒരു അട്രിബ്യൂട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്ന UI എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് പിക്കറാണ്. ഡേറ്റ് പിക്കർ എന്ന് പറഞ്ഞാൽ യൂസേഴ്സിനെ കൊണ്ട് ഏതെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു UI കമ്പോണൻ്റ് ആണ്. ഈ ഒരു കമ്പോണൻ്റ് നമുക്ക് ഡയലോഗ്സിൽ
യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലേഔട്ടിൽ എംബഡഡ് ചെയ്തും യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ലോക്കലെ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഡേറ്റ് ഫോർമാറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡേറ്റ് ഫോർമാറ്റ് ആയിരിക്കത്തില്ല വിദേശത്തുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഡേറ്റ് പിക്കർ അതുകൊണ്ട് ലോക്കലെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ഡേറ്റ് ഫോർമാറ്റ്സ് സപ്പോർട്ട് ചെയ്യും. ഇനി ഡേറ്റ് പിക്കറിനകത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് അട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം വരുന്നത് Android: ഇയർ എന്ന് പറയുന്ന അട്രിബ്യൂട്ടാണ്. അതെന്ന് പറഞ്ഞാൽ ഡേറ്റ് പിക്കറിൻ്റെ ഇനിഷ്യൽ ഇയർ ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ Android: മന്ത് എന്നും പറഞ്ഞിട്ട് ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ മന്ത് എത്ര സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് നമുക്ക് സ്പെസിഫൈ ചെയ്യാനുള്ള അട്രിബ്യൂട്ടാണ്. ഇതിൽ ജാനുവരിക്ക് 0 എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും വരിക. അതുപോലെ ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു മന്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 11 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്തുള്ള അവസാനത്തെ ടോപ്പിക്കിലെത്തിയിട്ടുണ്ട്. അവസാനത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കസ്റ്റം ടോസ്റ്റ് മെസ്സേജ് ആണ്. ആദ്യം തന്നെ നമുക്ക് ടോസ്റ്റ് മെസ്സേജ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് കസ്റ്റം ടോസ്റ്റ് മെസ്സേജിനെ പറ്റിയിട്ട് പറയാം. ടോസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിനെ ഒരുപാട് ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ വരുന്ന പോപ്പപ്പ് മെസ്സേജുകളെയാണ് ടോസ്റ്റ് മെസ്സേജ് എന്നും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് അപ്പിയർ ആവുകയും ചെയ്യും, എന്നാൽ കുറച്ച് സെക്കൻഡ്സ് കഴിഞ്ഞാൽ അത് തന്നെ ഡിസപ്പിയർ ആവുകയും ചെയ്യും. ഡിഫാൾട്ടായിട്ട് വരുന്ന ടോസ്റ്റ് മെസ്സേജസ് സിമ്പിളായിട്ടൊരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന് ജനറിക് ആയിട്ടുള്ളൊരു തീമും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളൊരു മെസ്സേജോ കാര്യങ്ങളോ ആയിരിക്കത്തില്ല. ഒന്നില്ലെങ്കിൽ ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കളറുള്ള ടെക്സ്റ്റ് അത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അത് പൊതുവേ നമ്മളുടെ ആപ്പിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബോട്ടം അല്ലെങ്കിൽ ടോപ്പിലായിട്ടൊക്കെ ആയിരിക്കും അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അപ്പോൾ കസ്റ്റം ടോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് യൂസേജ് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഫാൾട്ടായിട്ടുള്ള ടോസ്റ്റ് മെസ്സേജിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അതും കസ്റ്റമൈസ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അത് സിസ്റ്റത്തിൻ്റെ ആ ഒരു സ്റ്റൈലിലായിരിക്കും ഡിസ്പ്ലേ വരിക. അപ്പോൾ നമ്മളുടെ ആപ്പിൻ്റെ സ്റ്റൈലൊക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു ടോസ്റ്റ് മെസ്സേജോ കാര്യങ്ങളോ കാണിക്കണമെങ്കിൽ, അതേപോലെ തന്നെ ടെക്സ്റ്റിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് കസ്റ്റം ടോസ്റ്റ് മെസ്സേജസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു ടോസ്റ്റ് മെസ്സേജിൻ്റെ ലേഔട്ട് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ അപ്പിയറൻസ് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ സ്റ്റൈൽ ചെയ്യാനും ഒക്കെ നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാൽ ഡിഫോൾട്ടായിട്ടുള്ളതിൽ ഈ പറഞ്ഞ ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ല. അതുകൊണ്ടാണ് ഡെവലപ്പേഴ്സ് കൂടുതലും കസ്റ്റം ടോസ്റ്റ് മെസ്സേജസിനോട് ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റം ടോസ്റ്റ് മെസ്സേജ് ആൻഡ്രോയിഡിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇതിന് മെയിനായിട്ട് 4 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കസ്റ്റം ടോസ്റ്റിന് വേണ്ടുന്ന ആ ഒരു കസ്റ്റം ലേഔട്ട് XML കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെന്നിട്ട് നമ്മൾ റെസ് ഫോൾഡറിൻ്റെ അകത്ത് ലേഔട്ട് എന്ന് പറയുന്ന ഫോൾഡറിനകത്തായിരിക്കണം സേവ് ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജാവ കോഡിനകത്ത് ഈ ഒരു ലേഔട്ടിനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. അതായത് ജസ്റ്റ് ഒരു കണക്ഷൻ പോലത്തെ ഒരു അർത്ഥമാണ് ഇൻഫ്ലേറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു XML ഫയൽ നമ്മളുടെ ആക്ടിവിറ്റിയിൽ ലിങ്ക് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്ത് വെക്കണം. അത് ലേഔട്ട് ഇൻഫ്ലേറ്റർ വെച്ചിട്ടാണ് ആ ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ടോസ്റ്റിന് നമ്മൾ ഈ ലേഔട്ട് ഇൻഫ്ലേറ്റർ വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യൂ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടോസ്റ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഇൻഫ്ലേറ്റഡ് ലേഔട്ടിനെ അസൈൻ ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് ടോസ്റ്റ് മെസ്സേജ് കാണിക്കുക. ഇതിൽ ലാസ്റ്റ് കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ടോസ്റ്റിൻ്റെ പൊസിഷൻ, അതുപോലെ ഡ്യൂറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ടോസ്റ്റ് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചാൽ മതി. കസ്റ്റം ടോസ്റ്റ് മെസ്സേജിൻ്റെ കോഡിലേക്ക് പോണയ്ക്ക് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കതിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആൻഡ്രോയിഡിൻ്റെ ഗൈഡിൻ്റെ ഒരു പിക്ചറാണ്. കസ്റ്റം ടോസ്റ്റ് മെസ്സേജിൻ്റെ ആ ഒരു ചാപ്റ്ററിൻ്റെ ആ ഒരു പോർഷനാണ്. ഇത് ഞാൻ റെഫറൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത നേരത്ത് ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇതിൽ നോട്ടിൽ കസ്റ്റം ടോസ്റ്റ് അലർട്ടിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അവർ സ്ക്രീൻഷോട്ടും കസ്റ്റം ടോസ്റ്റ് അലർട്ടിൻ്റെ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷെ കോഡ് വെച്ചിട്ടുള്ളത്
സാധാ ഡിഫോൾട്ടായിട്ടുള്ള ടോസ്റ്റ് മെസ്സേജിൻ്റെ കോഡാണ്. അപ്പോൾ എനിക്കറിയില്ല നിങ്ങളുടെ ടീച്ചേഴ്സ് ഏതാണ് ഇവാലുവേറ്റ് ചെയ്യണമെന്നുള്ളത്. ഇത് ജീവ മാമിൻ്റെ ഒരു ഗൈഡാണ്. ഇതിനകത്താണ് ഞാൻ ഈ ഒരു എറർ ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇത് പഠിക്കണമെങ്കിൽ ഇത് പഠിക്കാം, നിങ്ങളുടെ ടീച്ചേഴ്സ് ഇത് പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ ഇത് തന്നെ പഠിക്കുക. അതല്ല നിങ്ങൾക്ക് ഒറിജിനൽ ആക്ച്വൽ ടോസ്റ്റ് മെസ്സേജിൻ്റെ കോഡ് കാണണമെങ്കിൽ ഇതാണ് അതിൻ്റെ കോഡ്. അപ്പോൾ ഇത് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇതും പഠിക്കാം. ഞാൻ രണ്ടും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരുവിധം എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു UI എലമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ടെക്സ്റ്റ് വ്യൂവിൻ്റെ സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റിയിട്ട് എഴുതാൻ പറഞ്ഞൊരു 2 മാർക്കിന് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതെന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിലേ അത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് ഇതിൻ്റെ അകത്ത് കവർ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ ഗൈഡിനകത്ത് അതിനെ പറ്റിയിട്ട് എങ്ങും മെൻഷൻ ചെയ്യേണ്ടത് കണ്ടില്ല. ആക്ച്വൽ ടെക്സ്റ്റ് ആണെങ്കിൽ നെറ്റിൽ എനിക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എനിക്കതും റെഫറൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഉള്ള സെറ്റപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ നോട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം പഠിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം കിട്ടുവാണെങ്കിൽ UI എലമെൻറ്റിൻ്റെ 1-2 മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഓരോ UI എലമെൻറ്റ്സിൻ്റെ നിങ്ങൾക്ക് നോക്കിയിട്ട് പോവാം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷെ ചോദിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ആക്ച്വലി 2ാമത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇതിന് മുന്നത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്ത നേരത്ത് എൻ്റെ മൈക്ക് എന്തോ പണി തന്നിട്ട് ഒരു മണിക്കൂറിനടുത്തുള്ള ഒരു റെക്കോർഡിങ് ഉണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ അങ്ങനെ ഞാനിത് 2ാമത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇനിയിപ്പോൾ നമുക്ക് ദിവസമില്ല, സമയം കിട്ടുമോ എന്നുള്ള കാര്യം എനിക്ക് നല്ല ഡൗട്ടുണ്ട്. എങ്കിലും ഞാൻ മാക്സിമം എന്തെങ്കിലും ടോപ്പിക്സ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സിൽ ഏതെങ്കിലും ഇടാൻ പറ്റുമെങ്കിൽ ഞാനത് മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം.